ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു കഥയാണ്. ഈ ഒരു കഥ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനും സ്റ്റഡി ലൈഫിനും പൂർണ്ണമായി മാറ്റാൻ കഴിയുന്ന ഒരു കഥയാണ്. ചാണക്യൻ പറഞ്ഞ ഒരു ഗോൾഡൻ റൂളാണ് ഇവിടെ പറയുന്നത്. ശരിയായ സമയത്ത് ശരിയായ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവൻ തൻ്റെ ഭാവി സ്വന്തമായി നിർമ്മിക്കും. എക്സാം അടുത്ത് വരുമ്പോൾ ഓരോ വിദ്യാർത്ഥികളും വലിയൊരു പ്രോബ്ലം ഒന്നാണ് ഡിസ്ട്രാക്ഷൻ, സ്ട്രെസ്സ്, ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി എന്നൊക്കെ പറയുന്നത്. ഇവിടെ പറയുന്ന ഈ കഥ മനസ്സിലായാൽ നിങ്ങൾക്കും ഒരു പവർഫുൾ ലെസൺ കിട്ടും. സക്സസ് ഈസ് നോട്ട് അബൌട്ട് ഇൻ്റലിജൻസ്, ഇറ്റ്സ് അബൌട്ട് ഡിസിപ്ലിൻ ആൻഡ് ഡയറക്ഷൻ. പുരാതന തക്ഷശില ഗുരുകുലത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു യുവാവാണ്. അവൻ്റെ പേര് അരുണ. ബുദ്ധിയുള്ളവൻ, പക്ഷേ ഒരു വലിയ വീക്ക്നെസ് അവനുണ്ട്. അവൻ പഠിക്കുമെങ്കിലും ഒരു ദിവസം നന്നായി പഠിക്കും, അടുത്ത ദിവസം പഠിക്കാതെ ഉഴപ്പി നടക്കുന്ന പ്രകൃതമായിരുന്നു. അവന് തോന്നുമ്പോൾ മാത്രമാണ് അവൻ പഠിക്കുള്ളൂ. ഒരു കൺസിസ്റ്റൻസി അവൻ നിലനിർത്തിയിരുന്നില്ല. ഒരു ദിവസം ചാണക്യൻ ഗുരുകുലത്തിൽ സന്ദർശിക്കാൻ വന്നു. ഈ അരുണൻ എന്ന് പറയുന്ന കുട്ടിയെ ഈ ചാണക്യൻ നിരീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ പ്രവർത്തനം കണ്ടു. ഒരു ദിവസം ഫുള്ളായി ഇരുന്ന് പഠിക്കുന്നു, വേറൊരു ദിവസം വെറുതെ സമയം കളയുന്നു. ചാണക്യൻ അവനോട് പറഞ്ഞു, നീ ഒരു ബുദ്ധിമാൻ ആണ്, പക്ഷേ ബുദ്ധിമതിയേക്കാൾ ശക്തമായ ഒന്നുണ്ട്, അതാണ് സ്ഥിരത. അത് കേട്ട് അരുൺ ചോദിച്ചു, ആചാര്യ, എനിക്ക് കൺസിസ്റ്റൻസി കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയുന്നില്ല. ചാണക്യൻ ഇത് കേട്ട് ഒരു ചെറിയ ഉദാഹരണം കാണിച്ചു കൊടുത്തു. അവിടെ കാണുന്ന ആ വലിയ പാറ, അതിലെന്തുകൊണ്ടാണ് ഇങ്ങനെ തുളഞ്ഞിരിക്കുന്നത്? ഒരു തുള്ളി മഴ കൊണ്ട് മാത്രമാണോ ഇങ്ങനെ തുളഞ്ഞിരിക്കാനുള്ള കാരണം? അപ്പോൾ അവനൊന്ന് സംശയിച്ചു നിന്നു. തുള്ളി തുള്ളിയായി സ്ഥിരതയോടുകൂടെ മഴ പെയ്തതുകൊണ്ടാണ് ആ പാറക്കെട്ടിൽ തുളഞ്ഞിരിക്കാനുള്ള കാരണം. അതുപോലെ നീയൊരു ദിവസം കുറച്ചു നേരം പഠിച്ചതുകൊണ്ട് മാത്രമായില്ല. എല്ലാ ദിവസവും സ്ഥിരതയോടുകൂടി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് നിന്റെ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. അവന് കാര്യം മനസ്സിലായി. അടുത്ത ദിവസം മുതൽ തന്നെ അവനൊരു സിമ്പിൾ റൂട്ടീൻ തയ്യാറാക്കി. അവൻ എല്ലാ ദിവസവും സ്ഥിരതയോടുകൂടി പഠിക്കാൻ തുടങ്ങി. അവൻ ഗുരുകുലത്തിലെ ടോപ്പറായി നിൽക്കുകയും ചെയ്തു. അരുണന് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവന് ടോപ്പറാവാൻ കഴിഞ്ഞത്. നമുക്ക് ഈ സന്ദർഭത്തിലൂടെ മനസ്സിലായത് എന്താണ്? കൺസിസ്റ്റൻസിയെ കുറിച്ചിട്ടാണല്ലേ. ഒരു ദിവസം കൊണ്ട് മാത്രം നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ കുറച്ചായി എല്ലാ ദിവസവും ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടി, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങണം, നന്നായി പഠിക്കണം എന്നൊക്കെ ഉള്ളവർ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഡെയിലി അതൊരു റൂട്ടീനാക്കി മാറ്റാൻ ശ്രമിക്കുക. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.